കാതൽ സന്ധ്യയും പീഡനത്തിനിരയായത്രേ. പീഡിപ്പിച്ചവൻ. എല്ലാം എല്ലാവർക്കും അറിയാം. ഒത്തിരി കാലം മൂടിവച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു കാര്യം വരുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് പുലമ്പുന്നതിലും നല്ലത് ആ സംഭവം നടക്കുമ്പോൾ തന്നെ ഒരു പരാതി കൊടുക്കുകയോ ഇതുപോലെ തുറന്നു പറയുകയോ ചെയ്താൽ ചെയ്യില്ല. അപ്പോൾ എല്ലാത്തിനും വലുത് അഭിമാനമാണല്ലോ. നമ്മുടെ യുവനടിക്ക് നേരിടേണ്ടി വന്ന ദുരന്തത്തെ തുടർന്ന് ഒത്തിരി പേർ രംഗത്തെത്തിയിരിക്കുന്നു. ഇതാ കൂടെ കാതൽ സന്ധ്യയും. കാതൽ എന്ന തമിഴ് സൂപ്പർ ഹിറ്റിൽ ഭരതിന്റെ നായികയായതോടെയാണ് സന്ധ്യ കാതൽ സന്ധ്യയായത്. താരം ചെന്നൈയിലെ ഒരു പൊതുപരിപാടിക്കിടയിലാണ് തനിക്കും ഇത്തരത്തിലൊരു പീഡനം നേരിടേണ്ടി വന്നതിനെക്കുറിച്ച് വ്യക്തമാക്കിയത്. സന്ധ്യ പറയുന്നു, കേരളത്തിൽ ആക്രമിക്കപ്പെട്ട നടി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവൾ ധൈര്യശാലിയാണ്. ആ അപകടത്തിൽ നിന്ന് ധൈര്യത്തോടെ കരകയറി. അവളെക്കുറിച്ച് ഓർക്കാൻ തന്നെ അഭിമാനം തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ താരം ഇത്തരത്തിൽ ലൈംഗിക പീഡനത്തിന് താനും ഇരയായിട്ടുണ്ട്. എന്നാൽ ആൾക്കൂട്ടത്തിന്റെ തിരക്കിലായതിനാൽ എനിക്ക് അന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സംഭവത്തെക്കുറിച്ച് ഒന്ന് പരാതിപ്പെടാൻ പോലും. സോമൻ ഹിറ്റ്ലറിൽ പറഞ്ഞ പോലെ ഒന്ന് തള്ളിയിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഉണർന്നേനെ നിയമവും സഹപ്രവർത്തകരും പൊതുജനവും. അതുതന്നെയാ മുമ്പ് പറഞ്ഞത്. ഒന്നും ചെയ്യില്ല. എല്ലാ പീഡനവും സഹിച്ച് വീട്ടിലുറങ്ങും. മറ്റാരെങ്കിലും തന്റെ ദുരന്തം വെളിപ്പെടുത്തിയാൽ പുതപ്പ് മാറ്റി പുറത്തുവരും. എന്ന് നിങ്ങൾ നിങ്ങളുടെ അനുഭവം ഒന്നിനു ചുവട് പിടിക്കാതെ വിവരിക്കുന്നോ അന്ന് നന്നാവും എല്ലാം. സന്ധ്യ ആലിസ് ഇൻ വണ്ടർലാൻഡ്, ട്രാഫിക്, സഹസ്രം, വേട്ട എന്നീ ചിത്രങ്ങളിൽ മലയാളത്തിലും അഭിനയിച്ചു. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.